ഇത് പെരുമാനല്ലൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ കുറേ പൂക്കളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ ചെറിയ നല്ലൊരു ഗാർഡനാണ് കേട്ടോ. പൂക്കളൊക്കെ ഉണ്ടല്ലോ. ഇത് നാട്ടിലെ തെറ്റിയാണ്. അതിൽ 2 കളർ ഇവിടെ വരുന്നുണ്ട്. ഉണ്ടല്ലോ, ഒരേ ചെടിയിൽ 2 കളറാണ് വരുന്നത്. വളരെ മനോഹരമായിട്ട് തോന്നുന്നില്ലേ? കിളികളും ശബ്ദവും ഇതൊക്കെയാണ് ഗ്രാമത്തിൻ്റെ പ്രത്യേകത അല്ലേ? ഉണ്ടോ? ഇത് തെറ്റിയുടെ വേറൊരു വെർഷനാണെന്ന് വേണം പറയാം. കണ്ടല്ലോ, എൻ്റെ പൂ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ചെമ്പരത്തി, കളറായിട്ടുള്ള ചെമ്പരത്തി ഉണ്ട്, അരളിച്ചെടിയുണ്ട്. ഇതായത് ഉണ്ടല്ലോ, ചെമ്പരത്തിയാണ്. അപ്പോൾ അത് ചെമ്പരത്തിയുടെ മറ്റൊരു കളർ ഞാൻ കാണിക്കാം. ഉണ്ടല്ലോ, റെഡ്, അതിൽ പല കളറുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ചെടികൾ ഇവിടെ വേറെയും ഉണ്ട്. നമുക്കൊന്ന് കാണാമല്ല, ചുറ്റി കാണാം കേട്ടോ. വാഴ ഇതൊക്കെ വലിയ കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നാട്ടിൻപുറത്താണെങ്കിൽ നമുക്കിതിനൊന്നും പഞ്ഞമില്ല. എല്ലായിടത്തും നമുക്ക് നല്ല അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്, ചെടിക്കും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ പക്ഷേ അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പോൾ കിട്ടുന്ന വലിയ കാര്യമാണ്. നമ്മുടെ അവിടുത്തെ നാട്ടിൽ റോജ ചെടിയാണ്. നല്ല പൂക്കളൊക്കെ ഉണ്ടാവും. ഇതിലേ ഒരുപാട് കളറുണ്ട്. ഇതെല്ലാം റോജ ചെടി. ചെറിയ ചെറിയ പൂക്കളും വലിയ പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. വളരെ മനോഹരമാണ്. ഇവിടെ ഒരു പ്ലാവിൻ്റെ തൈ കൊണ്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. അങ്ങനെ പിന്നെ കാണിക്കാം. റോജപ്പൂവാണേ. ഇതുപോലെ തന്നെ ഇവിടെ അരളിപ്പൂ ഉണ്ട് കേട്ടോ. അരളി ഭയങ്കര ഡേഞ്ചറാണ് സാധനം കേട്ടോ. അരളിയുടെ പൂവും കായും ഒക്കെ അരച്ച് തിന്നിട്ട് മരണം വരെ പോകുന്നവരെയൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ പൂവാണിത്, അരളി. ഇവർ സാമിപ്പൂ എന്ന് പറയും. സാമിക്ക് വേണ്ടി മാത്രമുള്ളതാണ് അരളി. പക്ഷേ ഇതെല്ലാം രസകരമാണ്. കാഴ്ചകൾ നല്ല രസമാണ് കാണാൻ, നല്ല ഭംഗിയാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഇവർ നമ്മുടെ നാട്ടിലെ വാഴച്ചെടി കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ടല്ലോ. ഇതാണ്ട് വാഴച്ചെടി, അതിനിടയ്ക്ക് അരളി, ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. എന്ത് മനോഹരമല്ലേ. നമ്മുടെ നാട്ടിലെ വാഴച്ചെടിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ നമ്പ്യാർ വട്ടം എന്നൊക്കെ പറയുമല്ലോ, ഇതാണ് നമ്പ്യാർ വട്ടമാണ് ഇത് നിൽക്കുന്നതൊക്കെ. അതൊക്കെ ഒരു മുല്ലച്ചെടി, മുട്ട്, അരളി, ഇതിനിടയ്ക്കൊക്കെ ഒരുപാട് ഇതുണ്ട്. പല കളറിലുള്ള ചെമ്പരത്തികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനേ ഈ ചെടിയുടെ ഇടയ്ക്കൊന്ന് കയറി നിന്നോട്ടെ. ഞാൻ എന്നെ ഒന്ന് കാണിക്കാം കേട്ടോ. ഞാൻ്റെ അപ്പം ഞാനിനി വേണ്ട, ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വരാം. നല്ല വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും. ഞാൻ നിങ്ങളുടെ സ്വന്തം റോസ്ലിൻ സുരേഷ് ഫ്രം ഈറോഡ്.